ചില സൂപ്പർ പടം, സ്കില്ലും പടം, സൂപ്പർ വെടിക്കുന്ന പടം, ഫാമിലി എൻ്റർടൈൻസ് കാണാൻ പറ്റിയ നല്ല പടം. സണ്ണിവൻ വേറെ ലെവലാക്കിയിട്ടുണ്ട്. ഷാജി ഗ്രൂപ്പും കുഴപ്പമില്ല, എല്ലാം മസ്റ്റ് വാച്ചുള്ള കണ്ടു പക്ക. ഇതിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ ഇത് ഫാമിലി, അതായത് അതിനകത്ത് ഒന്ന് രണ്ട് മെസ്സേജുകളുണ്ട്. അത് കാണുന്നവർക്ക് എല്ലാവർക്കും ജോലി തിരക്കും കാര്യങ്ങളുമായിട്ട് നടക്കുന്ന എല്ലാവർക്കും അത് കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. പിന്നെ അതുപോലെ പാരൻസ്, ഈ പറഞ്ഞ പോലെ കുഞ്ഞു കുട്ടികൾ മുതൽ വരെ ഒരു +2 ഡിഗ്രി വരെ പഠിക്കുന്ന പിള്ളേരുടെയൊക്കെ പാരൻസ് ഇത് കാണുമ്പോൾ അവർക്ക് ഒരുപാട് റിലേറ്റ് ആവും. അവരുടെ മക്കളെ പറ്റിയുള്ള ഒരു തോട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഇതിൽ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ ലൈഫും ഈ പറഞ്ഞ പോലെ നമ്മുടെ അച്ഛൻ എങ്ങനെ ചിന്തിക്കും എന്നുള്ള രീതിയിൽ നമ്മളത് എഴുതാൻ നോക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുഞ്ഞു പിള്ളേരുടെ ലൈഫ്, മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ഈ പറഞ്ഞ വൈശാഖ് വിജയൻ്റെ ക്യാരക്ടർ പറഞ്ഞ അവൻ്റെ കഥ, അവരുടെ അച്ഛൻ്റെ കഥ, ഈ പറഞ്ഞ പോലെ സൈജുവേട്ടൻ നീ പറയുന്ന പോലെ ആളുടെ ക്യാരക്ടർ, അമ്മേൻ്റെ ക്യാരക്ടർ, അങ്ങനെ നമ്മളൊരു കുഞ്ഞു കുട്ടികൾ മുതൽ വലിയ ആൾക്കാർക്ക് വരെ കണക്ട് ആവുന്ന രീതിയിലാണ് ഇത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതിൽ കുറേ മെസ്സേജ് കാര്യങ്ങൾ നമ്മൾ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് വർക്കൗട്ട് ആവുന്നുള്ള പ്രതീക്ഷയുണ്ട്. ആ ഇമോഷൻ സാധനങ്ങളൊക്കെ ആൾക്കാർക്ക് കണ്ണു നിറഞ്ഞപ്പോൾ അത് വർക്കായി എന്നുള്ള പ്രതീക്ഷയുണ്ട്. ബാക്കി ഓഡിയൻസിൻ്റെ കയ്യിലാണ്. ഞങ്ങൾ ഹാപ്പിയാണ്, കണ്ടപ്പോൾ ഹാപ്പി ആയിട്ടുണ്ട്. ഇവൻ എന്തൊക്കെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല, എങ്കിലും നമ്മുടെ ആദ്യത്തെ പടമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരാൾ ഫാമിലിയിൽ, അത് പല ഫാമിലിയിലൂടെ ഒരാളെ ദൈവം കണക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് അവൻ്റെ ലൈഫിലൂടെ അവനൊന്ന് റീതിങ്ക് ചെയ്യാനുള്ള ഒരവസരമാണ് ദൈവം കൊടുക്കുന്നത്. ആ രീതിയിലാണ് നമ്മൾ പടം പോകുന്നത്, കഥ പറഞ്ഞു പോകുന്നത്. ഇപ്പോൾ ഭാര്യേനെ ആയാലും അതിനകത്ത് 2-3 ഫാമിലീസ് കണക്ട് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ മക്കളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന അച്ഛനമ്മമാർ, അതുപോലെ ഭാര്യേനെ ജീവനത്തിൽ സ്നേഹിക്കുന്ന ഭർത്താവ്, അങ്ങനെ പല പ്ലോട്ടുകളിലൂടെയാണ് നമ്മൾ കഥ പറയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അവസാനം എല്ലാം കൂടെ ഒരു ഇമോഷണലി കണക്ട് ചെയ്തിട്ട് എൻ്റിലേക്ക് വരുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത് വിശ്വസിക്കുന്നു. കണക്റ്റായി എന്ന് വിശ്വസിക്കുന്നു. കണ്ടിറങ്ങിയ എല്ലാവരും കണക്റ്റായി എന്നാണ് പറഞ്ഞത്. ആവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അങ്ങനെയൊന്നുമില്ല. നല്ല സിനിമകൾ ഏത് സമയത്താണെങ്കിലും ആൾക്കാർ പോയി കാണും. അതെ, അതാണ് വിശ്വാസം. പിന്നെ ഇത് മലയാള പടമല്ലേ, അപ്പം മാത്രമല്ല ഒരു ഫാമിലി സിനിമയാണ് എന്നാണ് എനിക്ക് മനസ്സിലായത്. മെസ്സേജ് എന്നൊക്കെ പറയുമ്പം നമുക്ക് കാണുമ്പം കണ്ടിറങ്ങുമ്പോൾ ഒരു മനസ്സ് നിറയ്ക്കും എന്നൊക്കെയാണ്. ഇപ്പം എൻ്റെ സിനിമ ആയതുകൊണ്ട് ഒരു പരിധിയിൽ കൂടുതൽ ഞാൻ പുകഴ്ത്തി പറയുന്നില്ല. പക്ഷേ വേറെ ആൾക്കാരോട് അഭിപ്രായം ചോദിക്കുന്നതായിരിക്കും നല്ലത്. എനിക്ക് തോന്നുന്നു കണ്ടവരെല്ലാം അപ്പൊ അങ്ങനെ തന്നെ ആവട്ടെ. എല്ലായിടത്തുനിന്നും അങ്ങനത്തെ റിവ്യൂ. എല്ലാവരും നല്ല മൂവിയായിരുന്നു. ലൈക്ക് എല്ലാവരും കാണുന്ന ഒരു ഫാമിലി മൂവിയാണ്. സെക്കൻഡ് ഹാഫ് ഒക്കെ ഭയങ്കര ഇമോഷണലൊക്കെ നല്ല രസമുണ്ടായിരുന്നു, നന്നായിട്ടുണ്ടായിരുന്നു. ഇല്ല വന്നിട്ടില്ല. അത് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുണ്ടായിരുന്നു. സണ്ണി വെയിനൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ആസ് എ ഗോഡ് നല്ല രസമായിരുന്നു. കണക്റ്റായി. സെക്കൻഡ് ഹാഫ് ഭയങ്കര കണക്ട് ആവും നമുക്കത്. അവളുടെ പെർഫോമൻസ് അടിപൊളിയാണ്. കാരണം ക്ലൈമാക്സിൽ അത്രയും ലിഫ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവളുടെ പെർഫോമൻസ് തന്നെയാണ്. സോ ഭയങ്കര സന്തോഷം. എല്ലാവരും മൂവി കാണുക. താങ്ക് യു. ഡയറക്ടർ ഫെബി, പുതിയ ഡയറക്ടറാണ്. ഫെബിയും ഞാനും തമ്മിൽ എന്താ പറയുക, ഞങ്ങൾ തമ്മിൽ ഭയങ്കര ഒരു ഫ്രണ്ട്ലി ബോണ്ട് തന്നെയാണ്. ഫെബി ആയതുകൊണ്ടാണ് ഞാൻ ഈ മൂവി ചെയ്യുന്ന സമയത്ത് എൻ്റെ കാല് ഫ്രാക്ചറായിട്ട് ഇരിക്കുകയായിരുന്നു. ഈ ത്രൂ ഔട്ട് ദ മൂവി ഞാൻ കാലിൽ പ്ലാസ്റ്റർ ഉണ്ട്. ഞാൻ പ്ലാസ്റ്റർ വെച്ചിട്ടാണ് ത്രൂ ഔട്ട് ദ മൂവി ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു ഘട്ടത്തിൽ എനിക്ക് മൂവി ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫെബി എടുത്ത് പറയും, എനിക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റില്ല, ഞാനിത് ഡ്രോപ്പ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫെബിയാണ് എനിക്ക് ഈ കോൺഫിഡൻസ് നിൽക്കുന്നത്. നമ്മുടെ പടം ദൈവത്തിൻ്റെ പേരാടാ, നീ വാ, ഒക്കെ ശരിയായിക്കോളും എന്ന് പറഞ്ഞിട്ട് ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ ഈ മൂവി മൊത്തം ചെയ്തിരിക്കുന്നത്. ത്രൂ ഔട്ട് ദ മൂവി എൻ്റെ കാലിൽ പ്ലാസ്റ്റർ ഉണ്ട്. പക്ഷേ എന്തോ ആ സമയത്ത് കാര്യങ്ങളെല്ലാം മൊത്തം ഒന്നും പ്ലാസ്റ്റർ ഉണ്ടായിട്ട് പോലും എനിക്കത് അതിൻ്റെ ഒരു പ്രശ്നങ്ങളും ആ സമയത്ത് വന്നിട്ടില്ല. നന്നായി ചെയ്യാൻ പറ്റി. സോ ഫെബി എന്താ പുതിയത് ഇനിയിപ്പോൾ റോംകോം എന്ന് പറഞ്ഞിട്ടൊരു പ്രോജക്റ്റ് ഏകദേശം ഓണായിട്ടിരിക്കുന്നുണ്ട്. അതിൽ നമ്മുടെ ഔസേപ്പിൻ്റെ വസീത്ത് എന്ന് പറഞ്ഞ പടത്തിൻ്റെ റൈറ്ററാണ്. അപ്പോൾ അതിപ്പോൾ ഓഗസ്റ്റൊക്കെ ആകുമ്പോഴേക്കും സ്റ്റാർട്ട് ചെയ്യും. അടിപൊളിയാണ്, സൂപ്പറാണ്. ഫാമിലി എൻ്റർടൈൻമെൻറ്റാണ്. ഫാമിലിയായിട്ട് വന്ന് കാണാൻ പറ്റുന്നതാണ്. ചെറിയ സിനിമയാണ്, അടിപൊളിയാണ്. വന്നിട്ടുണ്ട്, പക്ഷേ ഇത് വ്യത്യസ്തമായിട്ടുള്ളതാണ്. ഇത് ടോട്ടലി ഡിഫറെൻ്റാണ്. കൊള്ളാം. ഇതിൻ്റെ നായികയായിട്ട് പിന്നെ വൈശാഖ്, എല്ലാവരും ഓരോ കഥാപാത്രം, ഇപ്പോൾ ഗണപതി, അങ്ങനെ ഓരോ കഥാപാത്രം, പിന്നെ നീനാക്കുറുപ്പ്, എല്ലാവരും നന്നായിട്ട് അവരുടെ ഇത് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ചിത്രം, നല്ലൊരു ചെറിയൊരു സസ്പെൻസ് ഉണ്ട്, പാട്ടുണ്ട്. നല്ലൊരു അടിപാടമാണ് ഈ സിനിമ. എല്ലാവർക്കും ധൈര്യപൂർവ്വം വന്ന് കാണാൻ പറ്റിയ സിനിമ തന്നെയാണ് ഗോഡ്.